ജേക്ക് തുടരട്ടെ, ഞാൻ അങ്ങിലേക്ക് വരാം. ഈ ചോദ്യത്തിന് അങ്ങ് മറുപടി പറയൂ. ജേക്ക് പൂർത്തീകരിക്കൂ. ശരി, അങ്ങ് അടുത്ത ഘട്ടം തരൂ, ഞാൻ എണ്ണി ഉത്തരം പറയാം. ഫ്ലാഷ് ബാക്ക്. വിജയ് മല്യ കേരളത്തിന്റെ പുണ്യപൂങ്കാവനത്തിന് ശാസ്താവിന് കൊടുത്ത സ്വർണം, വിജയ് മല്യ ശാസ്താവിന് കൊടുത്ത സ്വർണം വിജയൻ സർക്കാരാണ് അടിച്ചു മാറ്റിയതെന്ന് അരിയാഹാരം കഴിക്കുന്ന കുട്ടികൾക്കെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. എം വി ഗോവിന്ദൻ മാഷ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്ര തവണ സ്റ്റേറ്റ്മെന്റ് മാറ്റി? ആദ്യം പറഞ്ഞത് പോറ്റിയാണ് എന്നാണ് പറഞ്ഞത്, ഏതോ ഒരു പോറ്റി. പിന്നീട് പറഞ്ഞ പോറ്റിയെ ഞങ്ങൾ പിടിച്ചല്ലോ, ഞങ്ങൾ കള്ളനെ പിടിച്ചല്ലോ, ഞങ്ങൾക്ക് നിങ്ങൾ ഒരു തെക്കടത്ത പുരസ്കാരം തരണം, കള്ളനെ പിടിച്ചത് എന്നായിരുന്നു നിങ്ങളുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞത് ദേവസ്വം ബോർഡ് വന്നിട്ടില്ലല്ലോ, വരുമ്പോൾ പറയാം, ഉദ്യോഗസ്ഥർ പോലും വന്നില്ലല്ലോ എന്നാണ്. ഉദ്യോഗസ്ഥർ വന്നു, ദേവസ്വം ബോർഡിന്റെ 2 മുൻ പ്രസിഡന്റുമാർ വന്നു, അപ്പോഴൊന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി കമാന്നൊരു അക്ഷരം മിണ്ടിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹം മൗനി ബാബ കളിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ തുടക്കം തൊട്ട് ഒരു 16,000 തവണ നിലപാട് മാറ്റിയ ആളുടെ പേര് പിണറായി വിജയൻ എന്നാണ്. ഇനി സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒന്ന്, ജെയ്സി തോമസ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റു എന്ന വാദമാണ്. അത് അത്തരത്തിലൊരു സംശയം കേരളത്തിന്റെ ഹൈക്കോടതി തന്നെ ഒരു വില്ലിംഗ് പർച്ചേസറിന് വിറ്റിട്ടുണ്ടാവാനുള്ള സാധ്യതകളെ പറ്റി ആദ്യം തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ വാദത്തെ പിൻപറ്റുന്ന രീതിയിലാണ് പിന്നീട് ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാകുന്നത്. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ, മറ്റേത് കോൺഗ്രസ് നേതാവിന് അറിയില്ലെങ്കിൽ കൊള്ളാവുന്ന അഭിഭാഷക സുഹൃത്തുക്കൾ തിരുവനന്തപുരം കോടതിയിലുണ്ട്, അവരെ വിളിച്ചു ചോദിക്കണം. കേസ് 8 തവണ മാറ്റിവെച്ചു. ആദരണീയനായ നിലപാടുകളുടെ രാജകുമാരനായിട്ടുള്ള നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ അഭിഭാഷകൻ 7 തവണയും പറഞ്ഞു തെളിവ് ഇപ്പോഴില്ല, തെളിവ് അടുത്ത തവണ തരാം, അടുത്ത ആഴ്ച തരാം, മറ്റന്നാൾ തരാം, ഇപ്പൊ കയ്യിലുണ്ട്. 8 തവണ തെളിവില്ലാതെ മാറ്റിവെച്ച കേസിൽ മാറ്റിവെക്കുമെന്ന് മനസ്സിലാക്കാനുള്ള ബോധമേ അങ്ങേക്കുള്ളെങ്കിൽ എനിക്കത് ഒന്നും പറയാനില്ല, ഒന്നും പറയാൻ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.